ഇറാനിയൻ സർക്കാർ പുലർത്തുന്ന സ്ത്രീവിരുദ്ധ നിലപാട് രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ വിവാദങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ സദാചാര പോലീസ് അറസ്റ്റ് ചെയ്ത മഹ്സ അമിനി എന്ന പെൺകുട്ടി പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട സംഭവം ഇറാന്റെ ചരിത്രത്തിൽ കോറിയിട്ടത് വലിയ വിള്ളലാണ്. സംഭവത്തെ തുടർന്ന് രാജ്യത്തുടനീളം വൻ പ്രക്ഷോഭങ്ങൾ അലയടിക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മഹ്സ അമിനിയുടെ രണ്ടാം ചരമവാർഷികം നടക്കുമ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ നിലപാടും മറുപടിയും അത്രയും പ്രധാനപ്പെട്ടതാണ്. ഇറാനിൽ ഇനി മുതൽ സദാചാര പോലീസ് സ്ത്രീകളെ ശല്യപ്പെടുത്തില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതിജ്ഞയെടുത്തു. ജൂലൈയിൽ അധികാരമേറ്റതിനു ശേഷമുള്ള തന്റെ ആദ്യ പത്രസമ്മേളനത്തിലാണ് പെസഷ്കിയാന്റെ ഉറപ്പ്. സദാചാര പോലീസ് സ്ത്രീകളെ നേരിടാൻ പാടില്ലായിരുന്നുവെന്നും അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ താൻ തുടർന്നും ഫോളോ അപ്പ് ചെയ്യുമെന്നും പെസഷ്കിയാൻ ഇറാനിലെ സ്ത്രീകൾക്ക് ഉറപ്പ് നൽകി. വർഷങ്ങളായി ഇന്റർനെറ്റ് ഉപയോഗം കർശനമായി നിയന്ത്രിക്കുന്ന രാജ്യമാണ് ഇറാൻ. ഫേസ്ബുക്കും എക്സും പോലുള്ള ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ പരിമിതപ്പെടുത്തിയിരിക്കുകയുമാണ്. 2019 ഇന്ധനവില വർധനയ്ക്കെതിരായ പ്രതിഷേധത്തിനും അമിനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രകടനങ്ങൾക്കും ശേഷമാണ് ഈ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ നിയന്ത്രണത്തിലും മാറ്റം കൊണ്ടുവരാനൊരുങ്ങുകയാണ് പെസഷ്കിയാൻ ഭരണകൂടം. ഓൺലൈനിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ തന്റെ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പത്രസമ്മേളനത്തിൽ അമേരിക്കയുമായുള്ള ഇറാന്റെ ബന്ധങ്ങളും 2015 ആണവ കരാറും ഉൾപ്പെടെയുള്ള മറ്റ് വിഷയങ്ങളെക്കുറിച്ച് പെസഷ്കിയാൻ വിശദീകരിച്ചു. അമേരിക്ക തങ്ങളുടെ അവകാശങ്ങളെ മാനിക്കുന്നുവെങ്കിൽ അവരുമായി യുദ്ധം ചെയ്യാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പെസഷ്കിയാൻ പറഞ്ഞത്. മാത്രമല്ല, അമേരിക്കയ്ക്ക് ചുറ്റും തങ്ങൾ സൈനിക താവളങ്ങൾ നിർമ്മിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തി. പാശ്ചാത്യ പിന്തുണയുള്ള ഷാ മുഹമ്മദ് റസ പഹ്ലവിയെ അട്ടിമറിച്ച ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം 1980 മുതൽ ഇറാനും അമേരിക്കയും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ടെഹ്റാനും ലോകശക്തികളും തമ്മിലുള്ള 2015 ഒരു സുപ്രധാന കരാറ് ഇറാന്റെ ആണവ പരിപാടികൾക്കുള്ള നിയന്ത്രണങ്ങൾക്ക് പകരമായി ഉപരോധത്തിൽ ഇളവ് നൽകി. എന്നാൽ 2018 കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുകയും അടുത്ത വർഷം ഇറാനുമേൽ ഉപരോധം വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് കരാറ് പെട്ടെന്ന് തകരുകയായിരുന്നു. ഇതോടെ പിരിമുറുക്കം രൂക്ഷമാവുകയും ചെയ്തു. പിന്നീട് ഇറാൻ ആണവ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണങ്ങൾ പാലിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. ഇറാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ എത്തിച്ചു എന്ന് ആരോപിച്ച് കഴിഞ്ഞയാഴ്ച ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറാനിയൻ വ്യോമഗതാഗതം ലക്ഷ്യമിട്ടുള്ള ശിക്ഷാ നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് ഇറാൻ ആവർത്തിച്ച് നിഷേധിച്ചു. കൂടാതെ പാശ്ചാത്യ ഉപരോധങ്ങളുടെ നീണ്ട നിരയിൽ ഏറ്റവും പുതിയതിനോട് പ്രതികരിക്കുമെന്നും പ്രതിജ്ഞയെടുത്തു. യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കാനായി ഇറാൻ റഷ്യയ്ക്ക് ആയുധങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് പെസഷ്കിയാൻ ഉറച്ചു പറഞ്ഞു.